വിവാദ നിർദ്ദേശങ്ങൾ അടങ്ങിയ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനൊപ്പം ബോർഡിൽ 2 മുസ്ലിമേതര വിഭാഗക്കാരെ ഉൾപ്പെടുത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. മുസ്ലിം ലീഗിനൊപ്പം സമാജ്വാദി പാർട്ടിയും വഖഫ് ബില്ലിനെ എതിർക്കുകയാണ്. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുസ്ലിം സംഘടനകൾ ആരോപിച്ചു. ബിൽ അവതരണത്തെ എതിർത്ത് കേരള എംപിമാർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, കേരളത്തിൽ നിന്നുള്ള ലീഗ് അംഗങ്ങൾ അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒരുമിച്ച് തന്നെയാണ് വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത്. പാർലമെന്റിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു കേരള എംപിമാർ. എന്താണ് വിശദാംശങ്ങൾ? വഖഫ് ഭേദഗതി ബിൽ ഇന്നിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. അതിനു മുന്നോടിയായി തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട കരട് ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ കരടിൽ 44 ഭേദഗതികളാണ് ഇതിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട 2 അംഗങ്ങളെ ഇതിൽ നിയമിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ വഖഫിലെ 6 പേരെയും തെരഞ്ഞെടുപ്പിലൂടെയാണ് നിയമിക്കുന്നത്. പക്ഷേ ഈ ബിൽ പാസ്സാകുന്നതോടെ കേന്ദ്ര സർക്കാരിന് ഈ 6 പേരെയും നിയമിക്കാൻ കഴിയും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തർക്കപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടറുടെ പരിധിയിലാണ് വരുന്നത്. അതിനു മുകളിൽ അപ്പീൽ പോകാൻ കഴിയും. ഇതിൽ പ്രധാനമായും അത്തരത്തിലുള്ള നിരവധി ഭേദഗതികളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 44 ഭേദഗതികളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഈ ബില്ലിനെതിരെ രംഗത്തേക്ക് വന്നിരുന്നു. പ്രധാനമായും മുസ്ലിം ലീഗ് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ശക്തമായി ഈ വിഷയത്തെ എതിർക്കും എന്നാണ് ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുസ്ലിം ലീഗ് എംപിമാർ വ്യക്തമാക്കിയത്. അതിനു പിന്നാലെ പ്രതിപക്ഷവും ഇതിൽ നിലപാട് അറിയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കോൺഗ്രസും അതോടൊപ്പം സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ, CPM അടക്കമുള്ള പാർട്ടികൾ, ഇതിൽ ഇടത് പാർട്ടികൾ അടക്കം ഇതിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരള എംപിമാരാണ് ഈ ബില്ലിന്റെ അവതരണത്തെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബില്ലിന് അവതരണാനുമതി നൽകരുത് എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ബെന്നി ബെഹനാൻ, KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, K രാധാകൃഷ്ണൻ അടക്കമുള്ള ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള കേരളത്തിലുള്ള എംപിമാർ ഇതിന്റെ അവതരണാനുമതി നൽകരുത് എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു. അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും അതോടൊപ്പം മതവികാരത്തെ വ്രണപ്പെടുത്താനും ഭരണഘടനാ വിരുദ്ധവുമാണ് ഈ ഭേദഗതികൾ എന്നാണ് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ ബില്ല് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ ബില്ല് പാസ്സാക്കാനുള്ള നീക്കമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായും ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഒരു പ്രതിപക്ഷത്തിന്റെ കൂട്ടായ്മ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാവിലെ കോൺഗ്രസിന്റെ ആണെങ്കിൽ പോലും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ഏത് തരത്തിലായിരിക്കണം ഇതിൽ പാർലമെന്റ് നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് അടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ചോദ്യോത്തര വേളയാണ് ലോക്സഭയിൽ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് പ്രതിപക്ഷം അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇന്നിപ്പോൾ ഈ ബില്ല് ലോക്സഭ കടക്കുകയാണെങ്കിൽ നാളെ തന്നെ രാജ്യസഭയിൽ പാസ്സായിക്കൊണ്ട് ഒരുപക്ഷെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിടാൻ സാധ്യതയും നമുക്ക് ഈ ഘട്ടം തള്ളിക്കളയാൻ കഴിയും. നിലവിൽ തിങ്കളാഴ്ച വരെയാണ് പാർലമെന്റിന്റെ ഈ ബജറ്റ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അത് വെട്ടിച്ചുരുക്കി ഒരുപക്ഷെ നാളെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൂടി കണക്കിലായിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ബില്ല് പാർലമെന്റ് എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് എത്തുമ്പോൾ ശക്തമായ എതിർപ്പ് പ്രതിഷേധവും ഒക്കെ ഇന്ത്യ പാർട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകും. ഇന്ത്യ പാർട്ടികൾ ഏറെക്കുറെ എല്ലാവരും ഇതിൽ ഒറ്റക്കെട്ടാണ്. അതോടൊപ്പം തന്നെ BJPയുടെ എല്ലാ സഖ്യകക്ഷികളെയും BJP ഒഴികെയുള്ള മറ്റ് TDP അതോടൊപ്പം തന്നെ JDU അടക്കമുള്ള സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തും എന്നാണ് അവിടുത്തെ എംപിമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സ്മൃതി.